ഗാസ ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അതിനിർണായക നീക്കവുമായി അറബ് രാജ്യങ്ങൾ. വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അടിയന്തര അറബ് ഉച്ചകോടി ചേരാൻ ഒരുങ്ങുകയാണ് ഇവർ. ഈ മാസം 27-ന് ഈജിപ്തിലാണ് അടിയന്തര അറബ് ഉച്ചകോടി നടക്കുക. ഇസ്രായേൽ ഹമാസ് യുദ്ധശേഷം ഗാസ മുനമ്പിൽ താമസിക്കുന്ന പലസ്തീനികളെ മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിച്ചതിനു ശേഷം ഗാസ ഏറ്റെടുക്കാനും മിഡിൽ ഈസ്റ്റിലെ റിവയേറ സൃഷ്ടിക്കാനുമുള്ള ട്രംപിന്റെ പ്രഖ്യാപനം വന്നിട്ട് അധിക നാളായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ നീക്കത്തിനെതിരെ ആഗോളതലത്തിൽ നിരവധി പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. ഈജിപ്തും ജോർദാനും പലസ്തീനികളെ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും ട്രംപ് അതോടൊപ്പം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അടിയന്തര അറബ് ഉച്ചകോടിക്ക് കളമൊരുങ്ങുന്നത്. ഫെബ്രുവരി 27-ന് ഈജിപ്തിൽ ഉച്ചകോടി നടക്കും. ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. ഗാസയുടെ വിഷയത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. ഗാസയിൽ നിന്നും പലസ്തീനികളെ നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതി വംശഹത്യയ്ക്ക് തുല്യമായ കുറ്റമാണെന്നും പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഇത് അപകടകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്ലാമിക് ന്യൂസ് ഏജൻസിയാണ് അരാക്ചിയുടെ ഈ പ്രസ്താവന റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഗാസ ഏറ്റെടുക്കുമെന്ന തന്റെ പ്രഖ്യാപനം ട്രംപ് വീണ്ടും ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ നിന്ന് തീവ്രവാദത്തെയും ഗാസയിൽ നിന്ന് ഹമാസിനെയും തൂത്തെറിയാൻ തന്നെയാണ് അമേരിക്കയുടെയും സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെയും ലക്ഷ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.